ഇതാ നമ്മൾ കാത്തിരുന്ന ദിവസം അങ്ങനെ എത്തി. ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ ആ കുറച്ച് ഡേയ്സ് അങ്ങനെ സ്റ്റാർട്ടായി. ഇന്നത്തെ നമ്മുടെ താരം ബബ്ലു തന്നെയാണ്. ബബ്ലൂസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണി ആയത്. അങ്ങനെ അവൻ്റെ കുസൃതികൾക്കും എയർപോർട്ട് കൂടി സാക്ഷി. നമ്മുടെ സ്വന്തം സൈച്ചേട്ടനുള്ളത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഈസിയായി. എവിടെ കൊണ്ടിട്ടാലും ബബ്ലു ജീവിക്കും. പ്രായഭേദമന്യേ എല്ലാവരോടും കൂട്ടുകൂടും. ഇവരെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നെയും ഞെട്ടിച്ചു കൊണ്ടായിരുന്നു ഇവരുടെ പ്രകടനം. സത്യം പറഞ്ഞാൽ സ്മൂത്തായിട്ടുള്ള ജേണി ആയിരുന്നു ഞങ്ങളുടേത്. അതുമല്ലാതെ ഒത്തിരി എൻജോയ് ചെയ്യുകയും ചെയ്തു. എയർപോർട്ടിനുള്ളിലെ ഓരോ നിമിഷവും എനിക്ക് ആകാംക്ഷ നിറഞ്ഞതായിരുന്നു. കളിയും ചിരിയും തമാശയും. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവൻ കയ്യിലാക്കി എന്ന് തന്നെ പറയാം. എന്നെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ തന്നെ മക്കൾസ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഒരു റോളുമില്ല. ഞാൻ ഇവരുടെ കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. മുൻപരിചയമുള്ളതുപോലെയായിരുന്നു ബബ്ലുവിൻ്റെ എല്ലാ പ്രവൃത്തികളും. ബബ്ലൂസിനെ കണ്ടപ്പോഴേ എയർപോർട്ട് സ്റ്റാഫ്സിന് അങ്ങ് ബോധിച്ചു. ഫ്ലൈറ്റിൽ അങ്ങോട്ട് കയറിയതേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ബാക്കി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും അറിയണ്ടേ. ഇതിനിടയിൽ പുറത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാനും ഞാൻ മറന്നിട്ടില്ലായിരുന്നു. എവിടാണേലും ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്നാത്തിനാ കോംപ്രമൈസ് ചെയ്യുന്നേ അല്ലേ? കൃത്യസമയത്ത് ഭക്ഷണം അതെവിടാണേലും ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഫ്ലൈറ്റിൽ ഉറങ്ങിയില്ല എന്ന ചീത്തപ്പേര് വേണ്ടാന്ന് വെച്ച് അതിനും ഒരു കുറവും വച്ചില്ല. സമാധാനമായി ഉറങ്ങുന്നത് കണ്ടില്ലേ? നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും മാക്സിമം സന്തോഷിക്കുക. നമ്മളെ ഹാപ്പിയാക്കാൻ നമുക്കല്ലേ പറ്റുള്ളൂ. നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് പീപ്പിൾ എല്ലാം അവോയ്ഡ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷം, അതിനു വേണ്ടിയല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇനിയും ഒത്തിരി വിശേഷങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് ഇന്നത്തെ ത്രില്ലിംഗ് ഡേ ഞാനിവിടെ ക്ലോസ് ചെയ്യുവാണ്. ഇനി അടുത്തത് എന്താണെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു ഐഡിയ ഇല്ല. അടുത്ത വിശേഷങ്ങളുമായി ഞാൻ ഉടനെ വരും. അതുവരെ ബൈ.